അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ പഠനമാണല്ലോ നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ ഒരാമുഖ പഠനം എന്നുള്ള നിലയിൽ എപ്രകാരമായിരിക്കണം നമ്മൾ ഈ പഠനത്തെ സമീപിക്കേണ്ടതെന്നും പ്രാർത്ഥനയോടും ധ്യാനാത്മകമായും ഈ പഠനത്തെ നമ്മൾ സമീപിക്കണം, അതിനുവേണ്ടി നമ്മളുടെ സമയം വേർതിരിച്ച് പ്രാർത്ഥനാപൂർവം ഈ പഠനത്തിൽ സംബന്ധിക്കണമെന്നും ഒന്നാമത്തെ എപ്പിസോഡിലൂടെ നാം കേട്ടു. ആ ലേഖനകർത്താവിനെക്കുറിച്ചും ഏത് സാഹചര്യത്തിലായിരിക്കാം എബ്രായ ലേഖനം എഴുതപ്പെട്ടത് എന്നും ഏത് കാലഘട്ടത്തിലായിരിക്കാം എബ്രായ ലേഖനം എഴുതപ്പെട്ടത് എന്നും വളരെ വ്യക്തമായിട്ട് ഒന്നാമത്തെ എപ്പിസോഡുകളിലൂടെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ ധ്യാനാത്മകമായി നമുക്ക് വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയോടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരേക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരേക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് വചനമായി വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങളെ നീ വീണ്ടെടുത്ത ദൈവമാകുന്നു. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ വീണ്ടെടുത്തു. നിൻ്റെ ഉയർപ്പിനാൽ പാപമരണത്തിൽ നിന്നും ദൈവമക്കളുടെ പദവിയിലേക്ക് നീ ഞങ്ങളെ ഉയർത്തി. ദൈവമേ, അവിടുത്തെ വചനം പഠിക്കുവാനായി അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ വിജ്ഞാനപ്രദമാക്കണമേ. ആയത് നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. കർത്താവിൽ പ്രിയരെ, എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ദൈവപുത്രൻ യേശുതമ്പുരാൻ സകല പ്രവാചകന്മാരെക്കാളും ഉന്നതനാണ് എന്ന് എബ്രായ ലേഖനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു വേദവചനമാണ് ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദിയിൽ ഏദൻ തോട്ടത്തിൽ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. മനുഷ്യർ ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്നുള്ള പദവിയിലാണ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം മൂലം മനുഷ്യൻ അകന്നുപോയി ദൈവത്തിൽ നകന്ന്
ലോകപ്രകാരം ജീവിക്കുവാനായിട്ട് അവർ ആരംഭിച്ചു. വീണ്ടും ഇസ്രായേൽ മക്കളുടെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും തൻ്റെ ജനത്തെ മിസ്രൈമിലെ ഫറവോൻ്റെ അടിമത്തിൽ ദൈവം തമ്പുരാൻ വീണ്ടെടുത്തു. അവരുടെ കുറവുകളോ വീഴ്ചകളോ ഒന്നും ഓർക്കാതെ സ്നേഹവാനായ ദൈവം തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി തുടർന്നുകൊണ്ടേയിരുന്നു. ആദിമകാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അറിയിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് ഒരു മധ്യസ്ഥനായി ദൈവം പ്രവാചകന്മാരെ നിയമിച്ചു. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ നാവായിരുന്നു, ദ ടങ് ഓഫ് ഗോഡ്. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, ദൈവം എന്ത് കൽപ്പിക്കുന്നു, ദൈവത്തോട് ആലോചന കഴിച്ചിട്ട് അത് ജനത്തെ അറിയിക്കുന്ന ദൗത്യമായിരുന്നു പ്രവാചകന്മാർക്കുള്ളത്. അതുകൊണ്ട് മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ നിലകൊണ്ട, അവരെ പരസ്പരം അടുപ്പിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളെ നൽകുന്ന പ്രവാചകന്മാർ. ഉദാഹരണം മോശയിലൂടെ നമുക്ക് കാണാം. മനുഷ്യർക്ക് ദൈവികമായ നിയന്ത്രണവും ഉൾക്കാഴ്ചയും ഉണ്ടാകുവാൻ തക്കവണ്ണം, പരിപാവനതയും ഉണ്ടാകുവാൻ തക്കവണ്ണം മോശയെ വിളിച്ചാണ് ദൈവം തമ്പുരാൻ കൽപ്പനകൾ കൊടുത്തതും ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതുമെല്ലാം. അപ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നൽകിയിരുന്നു. അവരെ നേർവഴിക്ക് നടത്തുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് വിട്ടുപോകാതെ ആ അനുസ്യൂതമായ ഒഴുക്കിലൂടെ തന്നെ മുന്നോട്ട് അനുഗമിക്കുവാൻ തക്കവണ്ണം പ്രവാചകന്മാരിലൂടെയാണ് ദൈവം തമ്പുരാൻ ഇടപെട്ടിരുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് അത് പൂർണ്ണമായിരുന്നില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്യുന്നു. പൂർണ്ണമായിട്ടല്ല, ഭാഗമായിട്ടാണ് പിതാക്കന്മാരോട് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളപ്പാടുകൾ നൽകിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് ദൈവം തമ്പുരാൻ അയച്ചിരിക്കുകയാണ്. അവൻ പ്രവാചകന്മാരേക്കാൾ വലിയവനാണ്. കാരണം പ്രവാചകന്മാർ ഒരുപക്ഷേ ഭവനത്തിലെ ഭൃത്യരായിരുന്നു. എന്നാൽ യേശു തമ്പുരാൻ ഭവനത്തിൻ്റെ അവകാശിയും ദൈവത്തിൻ്റെ പുത്രനുമാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് പ്രവാചകന്മാരെക്കാൾ ഉന്നതമായ സ്ഥാനമാണ് യേശു തമ്പുരാൻ ദൈവപുത്രന് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു, അവൻ മുഖാന്തരം സകലവും ഉണ്ടായി. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം സകലതും ഉണ്ടായി, അവർക്ക് വേണ്ടി ഉണ്ടാക്കി എന്നുള്ളതല്ല. പ്രവാചകന്മാരുടെ അരുളപ്പാടുകൾ ഭാഗമായിട്ടായിരുന്നത് പൂർണ്ണമായിരുന്നില്ല. എന്നാൽ പൂർണ്ണമായത് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സാക്ഷാൽ പുത്രൻ തന്നെയാണ്. അവൻ മുഖാന്തരം സകലതും ഉളവായി. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ആരാണ് പുത്രൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അത് ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ജഡം ധരിച്ചതാണ് പുത്രൻ.
പിതാവാൻ ദൈവത്തിൻ്റെ സത്തയും പിതാവാൻ ദൈവത്തിൻ്റെ അതേ ഭാവവും ഉണ്മയുമാണ് പുത്രന് എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനത്തെക്കുറിച്ച്, ദൈവമായ വചനം, വചനമായ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ആ വചനം ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ക്രിസ്തുവിലൂടെ ദൈവപുത്രൻ സകലരേക്കാളും ഉന്നതനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. ദൈവപുത്രനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ കൊലോസ്യനകൾക്ക് പറയുന്നത്. സർവ്വതും അവൻ മുഖാന്തരമാണ്, അവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം 38, 39, 40, 41 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഉപമ കാണാം. 38-ാമത്തെ വാക്യം, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുകയും തമ്മിൽ പറഞ്ഞു. കാരണം 37 പറയുന്നുണ്ട്, ഒടുവിൽ അവൻ എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു, മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം ഇവനെ കൊന്നുകളയാം എന്ന് ഈ ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് പുത്രൻ? അവൻ സകലത്തിലും അവകാശി, അവൻ ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്ന സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണ് ക്രിസ്തു എന്ന് പൗലോസ്ലീഹ ഈ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. മാത്രമല്ല, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു. ദൈവത്തിൻ്റെ മുദ്ര, ദൈവത്തിൻ്റെ പ്രഭ, ദൈവത്തിൻ്റെ പ്രകാശം. നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സൂര്യനിൽ നിന്നും അതിൻ്റെ രശ്മികൾ, സൂര്യൻ പ്രകാശിക്കുമ്പോൾ അതിൻ്റെ രശ്മികൾ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. ആ പ്രകാശമാണ് സൂര്യൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കതിരിലൂടെ, ആ രശ്മിയിലൂടെ നമുക്ക് സൂര്യനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ആയതുപോലെ നീതിസൂര്യനായ ദൈവത്തിൻ്റെ പ്രകാശമാണ്, പ്രഭയാണ്, തേജസ്സാണ് പുത്രൻ തമ്പുരാൻ എന്ന് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അതേ തേജസ്, ദൈവത്തിൻ്റെ അതേ പ്രഭ വിശുദ്ധ വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അയ്യോ, ദൈവത്തിൻ്റെ തേജസ് ഞങ്ങളിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ വളരെ ദുഃഖത്തോടുകൂടി നിലവിളിക്കുന്ന ഒരു വേദഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം
അതിൻ്റെ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് അവിടെ പറയുകയാണ്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അവൾ കുഞ്ഞിന് ഈഖോബോദ് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം, ശോഭ നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശോഭയാണ്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ മോശ സീനായി മലയിൽ വെച്ച് ദൈവത്തോട് പറയുന്നു, ഷോ മീ യുവർ ഗ്ലോറി. ദൈവമേ, നിൻ്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണമേ. ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കാണുവാൻ, തേജസ് ഒന്ന് കാണുവാൻ. കാരണം ദൈവത്തിൻ്റെ പ്രഭ, ദൈവത്തിൻ്റെ പര്യായമാണ് ശോഭ, പ്രഭ, പ്രകാശം, മഹത്വം, തേജസ്. ഇതൊക്കെ ദൈവത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ പുത്രൻ ദൈവത്തിൻ്റെ ശോഭയാണ്. പുത്രൻ തമ്പുരാൻ ദൈവത്തിൻ്റെ പ്രഭയാണ്. പുത്രൻ തമ്പുരാൻ നീതിസൂര്യനായ ദൈവത്തിൻ്റെ പ്രകാശമാണ്. അത് വ്യക്തമായിട്ട് ഇവിടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 1 അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്ര, സീലാണ്. ദൈവത്തിൻ്റെ പൂർണ്ണത, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. തത്വത്തിൻ്റെ മുദ്ര, ദൈവത്തിൻ്റെ മുദ്രയാണവൻ. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. തൻ്റെ യാഗത്താൽ ആ പുത്രൻ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. അവൻ മഹത്വത്തോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്, അവൻ പ്രവാചകന്മാരെക്കാൾ ഉന്നതനാണ് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ നിരത്തുന്നു. പ്രവാചകന്മാർ ഭാഗമായിട്ടാണ് അരുളപ്പാടുകൾ നൽകിയിരുന്നത്. എന്നാൽ ഇത് സാക്ഷാൽ പുത്രൻ ആ പൂർണ്ണമായ അനുഭവത്തിൽ തന്നെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ ശോഭയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ജഡം ധരിച്ചതാണ് ദൈവപുത്രൻ. അവൻ മുഖാന്തരമാണ് സകലതും ഉളവായിരിക്കുന്നത്. സൃഷ്ടികർമ്മത്തിൽ തന്നെ പിതാവായ ദൈവം പറയുന്നുണ്ട്, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോയപ്പോൾ അവിടെ ഏകവചനമല്ല, ബഹുവചനമാണ്. നമുക്ക് പോയി, ഞാൻ എന്നുള്ള വാക്കല്ല. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ജഡം ധരിച്ച് മനുഷ്യനായി, ക്രിസ്തുവായി, ദൈവമായി നമ്മളുടെ ഇടയിൽ വസിച്ചത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക്, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി താൻ തന്നെ പരമയാഗമായി തന്നെ കാൽവരി ക്രൂശിനോട് ഏൽപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ പാപമരണത്തിൽ നിന്നും അവൻ നമ്മളെ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവി, അവനാണ് ദൈവത്തിൻ്റെ സാക്ഷാൽ ശോഭ, പ്രകാശം, മഹത്വം, തേജസ്, ദൈവത്തിൻ്റെ ആ തത്വത്തിൻ്റെ മുദ്ര, അടയാളം മശിഹ തമ്പുരാനാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവപുത്രനെ പറ്റി ഈ ആദ്യ 3 വാക്യങ്ങളിലൂടെ കാണിച്ചിട്ട് വീണ്ടും പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയോടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠരായി തീരുകയും ചെയ്തു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുക, ഉയരത്തിലേക്ക് കയറി മഹത്വത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, സർവ്വദൂതന്മാരെക്കാളും ഉന്നതനായി പുത്രൻ മഹിമയുടെ വലത്തുഭാഗത്ത് അവരെക്കാൾ ശ്രേഷ്ഠനായി ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ 3-4 വാക്യങ്ങളിൽ
പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പുത്രൻ തമ്പുരാനെക്കുറിച്ച് നാം കേട്ടതായ 2-3 കാര്യങ്ങൾ. ഒന്ന്, സൃഷ്ടികർമ്മത്തിൽ പുത്രൻ തമ്പുരാൻ്റെ പങ്കാളിത്തം. സൃഷ്ടികർമ്മത്തിൽ അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്. അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു, സകലതും അവൻ മുഖാന്തരമാണ് നിലനിൽക്കുന്നത്. സൃഷ്ടിയെ പരിപാലിക്കുന്നവനുമാണ് പുത്രൻ തമ്പുരാൻ. സകലത്തിലും ആധാരം, സകലത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം പുത്രൻ തമ്പുരാനാണ് എന്ന് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. വീണ്ടും നമ്മൾ കണ്ടത് പാപപരിഹാരത്തിനു വേണ്ടി വന്ന മഹാപുരോഹിതനാണ് മശീഹ തമ്പുരാൻ, ദൈവത്തിൻ്റെ പുത്രൻ, ബലിയർപ്പിക്കുന്നവൻ, ബലിയായിത്തീരുന്നവൻ. പാപങ്ങൾക്ക് പരിഹാരമായി, കടങ്ങൾക്ക് പരിഹാരമായി, മനുഷ്യൻ്റെ പാപവീഴ്ചയിൽ നിന്നും അവനെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ബലി അനുഷ്ഠാനമായി, ബലിയായി, ബലികർത്താവായി ദൈവത്തിൻ്റെ പുത്രൻ, അവൻ തന്നെയാണ് ബലിയെ സ്വീകരിക്കുന്നവനും. അപ്പോൾ ബലി ആയിത്തീർന്നവനായ കാർമികൻ യേശു തമ്പുരാൻ സ്വയം ബലിയായിത്തീർന്നു. പുരോഹിതൻ തന്നെ, ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ മശീഹ തമ്പുരാൻ സ്വയം ബലിയായിത്തീർന്നു. ബലി അർപ്പിച്ചവനും ഈ കർമ്മി തന്നെയാണ്. സ്വയം ബലിയായിത്തീർന്നതും കാൽവരി ക്രൂശിൽ ബലി അർപ്പിച്ചതും ഈ ബലിയെ സ്വീകരിച്ചവനും ദൈവം തന്നെയാണ്, പുത്രൻ തന്നെ. ആ ദൈവം തന്നെയാണ് ബലി അർപ്പിച്ചതും ബലിയായിത്തീർന്നതും ബലിയെ സ്വീകരിച്ചതുമായ ദൈവപുത്രൻ, സാക്ഷാൽ ദൈവം. അവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ അവൻ പ്രവാചകന്മാരേക്കാൾ ഉന്നതനാണ്. പ്രവാചകന്മാർ ഭാഗമായിട്ട് മാത്രമാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നൽകിയതെങ്കിൽ ഇതാ സാക്ഷാൽ ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ദൈവപുത്രൻ. അവൻ ഭാഗമായിട്ടല്ല, ദൈവത്തിൻ്റെ പ്രഭ തന്നെയാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ മുദ്ര, ദൈവത്തിൻ്റെ തേജസ്. ഗ്രീക്ക് ഭാഷയിൽ അപ്പൗഗാസ്മ എന്ന് പറയും, ദൈവത്തിൻ്റെ പ്രഭ, അപ്പൗഗാസ്മ. സുറിയാനിയിൽ അതിനെ കതിരെന്നാണ് പറയുന്നത്. സെമഹോ, കതിർ, ദൈവത്തിൻ്റെ കതിർ. അപ്പോൾ ദൈവത്തിൻ്റെ കതിർ, ദൈവത്തിൻ്റെ പ്രഭ, അത് സാക്ഷാൽ ദൈവം തന്നെയാണ്, പ്രവാചകന്മാരേക്കാൾ ഉന്നതൻ. മാത്രമല്ല അവൻ മഹാപുരോഹിതനായിരുന്നു. മനുഷ്യൻ്റെ പാപങ്ങൾക്കു വേണ്ടി സ്വയം പാപപരിഹാര ബലിയായി തീർന്നവനും കാൽവരി ക്രൂശിൽ പാപപരിഹാര ബലി അർപ്പിച്ചവനും ആ പാപപരിഹാര ബലിയെ സ്വീകരിച്ച പിതാവാൻ ദൈവത്തിൻ്റെ കതിരുമായവനാണ് പുത്രൻ തമ്പുരാൻ. കൂടാതെ അവൻ സ്വർഗത്തിലേക്ക്, മഹിമയിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി സർവ മാലാഖമാരേക്കാളും ഉന്നതനായി. 110-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇപ്രകാരം നാം കേൾക്കുന്നു: യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളോ നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. പിതാവായ ദൈവം തൻ്റെ പുത്രനോട് പറയുന്നതായ സങ്കീർത്തന വാക്യം ദാവീദ് ഇപ്രകാരം പാടുകയാണ്: യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. മഹത്വത്തിൽ, പിതാവിൻ്റെ മഹത്വത്തിൽ വലത്തുഭാഗത്തിരിക്കുന്ന, വലത്തുഭാഗത്ത് സർവ മാലാഖമാരേക്കാളും ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവപുത്രനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ കേട്ടതായ വചനങ്ങൾ
പ്രാർത്ഥനാപൂർവം ധ്യാനത്തോടുകൂടി അലസതയില്ലാതെ ഉത്സാഹത്തോടുകൂടെ പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി തുടർന്നുള്ള നിമിഷങ്ങൾ ഈ വേദവചനങ്ങൾ നമ്മൾ കേട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ നിരന്തരമായി നമ്മളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ കേട്ടതായ വചനങ്ങൾ, ആരാണ് ക്രിസ്തു, ദൈവപുത്രൻ എന്ന് പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതായ ആ വചനം നമ്മളുടെ ഹൃദയത്തിൽ ഒരു ഫോട്ടോ എടുത്ത് പതിയുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിൽ പതിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവികമായ ദർശനമുള്ള മക്കളായി ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.